സോണിലെ നാലാമത്തെ എക്സസൈസ് ആയിട്ടുള്ള ഹിപ്പ് റൊട്ടേഷൻ. ഇത് പ്രധാനമായിട്ടും ആർക്കൊക്കെയാണ് ഉപയോഗപ്പെടുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് കാറ്റഗറി ആളുകൾക്ക് ഏറ്റവും വലിയ പ്രാധാന്യമുണ്ട്. ഒന്ന് സ്ത്രീകൾക്കാണ്, രണ്ട് കൂടുതൽ വെയിറ്റ് ഉയർത്തുന്ന ജോലി ചെയ്യുന്ന ആളുകൾക്കാണ്. സ്ത്രീകൾക്ക് എങ്ങനെയാണ് ഉപയോഗപ്പെടുത്തുന്നത് വീഡിയോ ലാസ്റ്റ് ആകുമ്പോഴേക്കും മനസ്സിലാകും. മൂന്നാമതായിട്ട് ഊരവേദന, ബാക്ക് പെയിന് ബുദ്ധിമുട്ടുള്ള ആളുകൾ, ഇച്ചിരി വയസ്സായി കഴിഞ്ഞാൽ ഊരൊക്കെ ഒരു സ്റ്റിഫ്നെസ് ഒക്കെ ഫീൽ ചെയ്യുന്ന ആളുകൾക്ക് ഭയങ്കര ഉപകാരമായിരിക്കും. നാലാമതായിട്ട് കൂടുതലായിട്ട് ഇരുന്ന് ജോലി ചെയ്യുന്ന ആളുകൾക്കും ഇത് ഉപകാരപ്പെടും. ഇനി ഹിപ്പ് റൊട്ടേഷൻ എന്ന് പറയുന്ന ഈ ഒരു വ്യായാമം നിങ്ങൾ ചെയ്യുന്ന സമയത്ത് ഉള്ളിൽ എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളത് നോക്കാം. ഇവിടെ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്നുള്ളത് ഇതിനൊരു ഓർഡറാണ്. ഒന്ന്, നിങ്ങൾ ജമ്പിങ് ജാക്സ് ചെയ്തിട്ട് ഹൃദയം പമ്പ് ചെയ്ത് കൂടുതൽ രക്തം പുറത്തോട്ട് വിട്ട്. രണ്ടാമതായിട്ട് നിങ്ങൾ കാലിന്റെ ആംഗിൾ റൊട്ടേഷൻ നടത്തി ഏറ്റവും ദൂരത്തുള്ള റൊട്ടേഷൻ നടത്തിയിട്ട് ആ ഒരു മസിൽസിനെ ടൈറ്റൻ ചെയ്തു. തൊട്ടു മുകളിലുള്ള മുട്ടുംകാലിന്റെ ഭാഗത്തും ടൈറ്റൻ ചെയ്തു. അടുത്തത് അതിന് മുകളിലുള്ള ഹിപ്പിന്റെ ഭാഗത്ത്, നമ്മുടെ പെൽവിക്കിന്റെ ഭാഗത്തായിട്ടാണ് ടൈറ്റൻ ചെയ്യാൻ പോകുന്നത്. ഇവിടെ തലച്ചോറിൽ നിന്നും ബ്രെയിനിന്റെ ഒരു മോട്ടോർ കോർട്ടക്സ് ഭാഗത്ത് നിന്ന് സിഗ്നൽ അതുപോലെ കൊടുക്കുന്നുണ്ടായിരിക്കാം. നട്ടലിന്റെ ഭാഗത്ത് കൂടെ വന്ന് നമ്മുടെ ഹിപ്പിന്റെ ഭാഗത്തുള്ള മസിൽസിന് ആദ്യം ഇൻസ്ട്രക്ഷൻ കൊടുക്കുന്നത്. ഇതിന് ഒരു സർക്കുലാർ മോഷനിലേക്ക് മസിൽസ് വോക്ക് ചെയ്യണം എന്നുള്ള ഒരു ഇൻസ്ട്രക്ഷൻ ആണ് അവിടെ കൊടുക്കുന്നത്. ഇത് നിങ്ങൾക്ക് അറിയാം, വലതുവശത്ത് നിന്ന് ഇടതുവശത്തേക്ക് ഒന്ന് കറങ്ങി കൊണ്ടുവരും, പിന്നെ അവിടെ നിന്ന് ഇടതുവശത്ത് നിന്ന് കറങ്ങിയിട്ട് വലതുവശത്തേക്ക് കൊണ്ടുവരും. ഇതാണ് ശരിക്കും ആ വ്യായാമം ഉള്ളത്. യൂണിഫോം ആയിട്ട് അങ്ങനെ കറങ്ങുന്ന സമയത്ത് തന്നെ അവിടെയുള്ള പ്രോപ്രിയോസെപ്റ്റർ എന്ത് ചെയ്യും, അതിനെ ഐഡന്റിഫൈ ചെയ്തിട്ട് തലച്ചോറിലേക്കാണ് അടുത്ത ഇൻസ്ട്രക്ഷൻ കൊടുക്കും. അദ്ദേഹത്തിന്റെ കറക്കം കാരണമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യണം, അതുപോലെ തന്നെ ഇവിടേക്ക് കുറച്ച് കൂടുതൽ ബ്ലഡും കാര്യങ്ങളൊക്കെ ആവശ്യമായിട്ട് വരുന്നുണ്ട് എന്നുള്ള ഇൻസ്ട്രക്ഷൻ കൊടുക്കും. ഇത് പ്രകാരം തലച്ചോറിൽ നിന്നുള്ള അടുത്ത ഇൻസ്ട്രക്ഷനാണ് കൊടുക്കുന്നത്. രക്തം കൂടുതലായിട്ട് ആ ഭാഗത്തേക്ക് വരണം. പിന്നെ ഇതിന്റെ ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ചെവിയിലേക്കുള്ള ഭാഗം കൊടുക്കും. ഇദ്ദേഹം കറങ്ങുന്നുണ്ട്, അദ്ദേഹത്തെ വീഴ്ത്തിയിടരുത്, അതിനാവശ്യമായിട്ടുള്ള മസിൽസിനുള്ള ഇൻസ്ട്രക്ഷൻ കൊടുക്കണം എന്നുള്ള കാര്യങ്ങളാണ് ചെവിക്കും കൊടുക്കുന്നത്, അതിന് ബാലൻസ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. ഇനി ഈ തലച്ചോറിൽ നിന്നുള്ള ആ ഒരു ഇൻസ്ട്രക്ഷൻ പ്രകാരം തന്നെ ബ്ലഡ് നല്ല രീതിയിലേക്ക് ആ ഭാഗത്തേക്ക് എത്തും. അതായത് ബ്ലഡിൽ എന്തൊക്കെ ഉണ്ടാവും, ഓക്സിജൻ ഉണ്ടാവും, ന്യൂട്രിയൻസ് ഉണ്ടാവും. ഇതെല്ലാം തന്നെ ആ ഒരു ഹിപ്പിന്റെ ഭാഗത്ത് എത്തുന്നതോട് കൂടിയിട്ട് അവിടെയുള്ള മസിൽസ് എല്ലാം തന്നെ ഭയങ്കരമായിട്ട് എനർജറ്റിക് ആവുകയും ചെയ്യും. അവർ നല്ല രീതിയിലേക്ക് കൺട്രാക്ട് ചെയ്യും, റിലാക്സ് ചെയ്യും, മസിൽ സ്ട്രെങ്തൻ ആവും. അപ്പം ഊരയുടെ ഭാഗത്തുള്ള മസിൽ ടൈറ്റ് ആവും. പോയിന്റ് നമ്പർ 1. രണ്ടാമത്തത്, അവിടുത്തെ രക്തം എന്ത് ചെയ്യും, അവിടെ നിങ്ങളുടെ ജോയിന്റിന്റെ ഉള്ളിൽ സൈനോവിയൽ ഫ്ലൂയിഡ് എന്ന് പറഞ്ഞ ഫ്ലൂയിഡ് ഉണ്ടായിരുന്നു. തൊട്ടു മുന്നേ ഞാൻ മുട്ടുംകാലിന്റെ ഭാഗത്ത് പറഞ്ഞൊരു കാര്യം തന്നെയാണ്. ഈ ഫ്ലൂയിഡിന്റെ ഉള്ളിലേക്ക് നറിഷ്മെന്റ് ആവശ്യമാണ്. ഈ ഓക്സിജനും കാര്യങ്ങളൊക്കെ അത്യാവശ്യമായിട്ട് വരും. അതിന്റെ ഉള്ളിലുള്ള കാർട്ടിലേജിനും ആവശ്യമുണ്ട്. കാരണം ഈ ജോയിന്റുകളിലൊക്കെ കാർട്ടിലേജ് കൊണ്ടാണ് കവർ ചെയ്തിട്ടുണ്ടായിരിക്കില്ല. ഈ കാർട്ടിലേജിന് രക്തവുമായിട്ട് ഒരു കണക്ഷനും ഇല്ല. അപ്പൊ ഇവിടെ രക്തത്തിൽ നിന്നും സൈനോവിയൽ ഫ്ലൂയിഡിലേക്ക് ആവശ്യമായിട്ടുള്ള വിറ്റാമിനും ഓക്സിജനും ഒക്കെ ഇട്ടുകൊടുക്കും. ഈ സൈനോവിയൽ ഫ്ലൂയിഡ് എന്ത് ചെയ്യും, ഈ പറയുന്ന കാർട്ടിലേജിലേക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ സപ്ലൈ ചെയ്തിട്ട് കാർട്ടിലേജിൽ എന്തെങ്കിലും കേടുപാടുകൾ ഉണ്ടെങ്കിൽ അതിനെ വൃത്തിയാക്കും. കാരണം കാർട്ടിലേജിൽ കേടുപാട് വരുന്ന സമയത്താണ് ആ ഊര തിരിക്കുന്ന സമയത്തൊക്കെ ഒരുപാട് വേദന, ഒരു ഗ്രീസിനെസ് ഫീൽ ചെയ്യാതിരിക്കുക. അതുപോലെ തന്നെ എന്തെങ്കിലും വീക്കോ കാര്യങ്ങളോ വന്നു കഴിഞ്ഞാൽ തന്നെ അവിടെ ഒരു സ്റ്റിഫ്നെസ് ഫീൽ ചെയ്യുന്നുണ്ടായിരിക്കും. അപ്പൊ ഇതെല്ലാം തന്നെ ഇതെല്ലാം റിപ്പയർ ചെയ്യാൻ ആരെക്കൊണ്ട് സാധിക്കും, ഈ പറയുന്ന ന്യൂട്രീഷൻസും അതുപോലെ തന്നെ ഓക്സിജൻ എത്തുന്നതോട് കൂടി റിപ്പയർ നടക്കും. റിപ്പയർ നടന്നു കഴിഞ്ഞാൽ അവിടെ വേസ്റ്റ് സാധനങ്ങൾ ഉണ്ടാവുമല്ലോ. ഈ വേസ്റ്റ് സാധനങ്ങൾ ഒരു ലിംഫാറ്റിക് ഡ്രെയിനേജ് സിസ്റ്റം എന്ന് പറയുന്ന സിസ്റ്റം അവിടെ ആക്റ്റീവ് ആവുകയും ചെയ്യും. അവിടെ നിന്ന് വേസ്റ്റ് ആവുന്ന സാധനങ്ങൾ തന്നെ വലിച്ചിട്ട് നേരെ രക്തത്തിലേക്ക് കൊടുക്കും, അത് പുറന്തള്ളപ്പെടുകയും ചെയ്യും. അപ്പൊ ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്നുള്ളത്, അവിടെ നീര് കാര്യങ്ങൾ വല്ലതും ഉള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ ഇതിന്റെ കൂടെ ലിംഫാറ്റിക് ഡ്രെയിനേജ് സിസ്റ്റം ആക്റ്റീവ് ആവുന്നതോട് കൂടിയിട്ട് ആ നീരെല്ലാം തന്നെ വലിച്ചെടുക്കും പോകും. പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇത് നിങ്ങൾ ഒരു ദിവസം ചെയ്യുമ്പോഴേക്കും ഇത് മാറും എന്നുള്ളതെല്ലാം മനസ്സിലാക്കേണ്ടത്. കണ്ടിന്യൂസ് ആയിട്ട് പതുക്കെ ചെയ്യാം. പെട്ടെന്ന് മാറണം എന്ന് കരുതിയിട്ട് ഒരുപാട് പെട്ടെന്ന് കറങ്ങുക, പെട്ടെന്ന് ലെഫ്റ്റ് കറങ്ങുക, റൈറ്റ് കറങ്ങുക, അതൊരിക്കലും ചെയ്യാൻ പാടില്ല. യൂണിഫോം ആയിട്ട് ഇത് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ, സ്ലോ റിഥം മൂവ്മെന്റ് ഉണ്ടായിരിക്കണം. ആ മൂവ്മെന്റ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നിങ്ങളുടെ ജോയിന്റ് ഉള്ളിലുള്ള സൈനോവിയൽ ഫ്ലൂയിഡ് എന്ന് പറഞ്ഞ ഫ്ലൂയിഡ് എല്ലാ ഭാഗത്തും ഒരേ ക്രമാതീതിയിൽ അങ്ങനെ ഡിസ്ട്രിബ്യൂട്ട് ആയിട്ട് കിടക്കും. ഇത് നിങ്ങളുടെ മൂവ്മെന്റ് ഭയങ്കരമായിട്ട് ഈസി ആക്കുകയും ചെയ്യും. ഇനി ഇത് ഭാരം ഉയർത്തുന്ന ആളുകൾക്ക് മസിൽ ടൈറ്റ് ആകും, പ്രായമായ ആളുകൾക്ക് ഊരവേദന കാരണം കുറയാൻ സാധ്യതയുണ്ട്. ഇനി സ്ത്രീകൾക്ക് ഇത് എങ്ങനെയാണ് ഉപയോഗപ്പെടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിമ്പിളാണ്. ഈ പെൽവിക് ഭാഗത്ത് അല്ലെങ്കിൽ ആ ഹിപ്പിന്റെ ഭാഗത്തേക്കുള്ള ബ്ലഡ് ഫ്ലോ കൂടുന്നതോട് കൂടിയിട്ട് പെൽവിക് ഭാഗത്ത് മസിൽ ടൈറ്റ് ആകുന്നതോട് കൂടിയിട്ട് പ്രസവശേഷം പെൽവിക് ഫ്ലോർ മസിൽസിനെ വീക്കൻ ചെയ്തിട്ടുണ്ടായിരിക്കും. അപ്പൊ അതിനെ ടൈറ്റ് ആക്കാൻ ഈ വ്യായാമം വളരെയധികം ഉപകാരപ്പെടുന്നുണ്ട് ഗർഭിണികൾ പ്രസവം കഴിഞ്ഞ ശേഷം.
രണ്ടാമതായിട്ട് നോർമലി സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവർക്കുണ്ടാകുന്ന മെൻസ്ട്രൽ സൈക്കിളിന്റെ സമയത്തുണ്ടാകുന്ന ഹോർമോൺ ബാലൻസിങ്ങും പ്രോപ്പർ ആക്കാൻ ആ ഭാഗത്തുള്ള ബ്ലഡ് ഫ്ലോ കൂടിക്കഴിഞ്ഞാലും ശരിയാവുകയും ചെയ്യും. അതുകൊണ്ട് അവർ ഹോർമോൺ ബാലൻസിങ് റെഡിയാവും. ഇത്തരം ഗുണങ്ങളാണ് ഹിപ്പ് റൊട്ടേഷൻ നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത്. സോ ഈ ഉപകാരങ്ങളെല്ലാം തന്നെ മനസ്സിലാക്കിക്കൊണ്ട് തന്നെ നമ്മൾ വ്യായാമം ചെയ്യേണ്ടത്. നിങ്ങൾ ചെയ്യുന്ന വ്യായാമത്തിന് 4-5 മടങ്ങോളം ഉപകാരം കിട്ടും. നിങ്ങൾ ചെയ്യുന്ന വ്യായാമത്തിൽ എന്തൊക്കെ മാറ്റങ്ങൾ നിങ്ങളുടെ ശരീരത്തിനുള്ളിൽ നടക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇനി നിങ്ങൾ വ്യായാമം ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ തലച്ചോറിന് സാധനം വരുന്നതും നിങ്ങളുടെ ഹിപ്പിന്റെ ഭാഗത്തുനിന്നാകുന്ന മാറ്റങ്ങളെല്ലാം തന്നെ നിങ്ങളുടെ മൈൻഡിലേക്ക് കൊണ്ടുവരണം. അടുത്ത വീഡിയോയിൽ നമുക്ക് അടുത്ത സ്റ്റെപ്പ് നോക്കാം. ബൈ.